പെരിയാറിൽ രാസമാലിന്യം കലർത്തിയ കമ്പനികൾക്കെതിരെ ഏലൂർ നഗരസഭ പോലീസിൽ പരാതി നൽകി. രാസമാലിന്യം ഒഴുക്കിയ കമ്പനികളെ കണ്ടുപിടിച്ച് നടപടിയെടുക്കണമെന്നാണ് പരാതിയിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത്. റിയ ബേബിയുണ്ട് വിവരങ്ങളുമായി. റിയ ബേബി, നേരത്തെ ഏലൂർ നഗരസഭ തന്നെ പറഞ്ഞിരുന്നു എൻവയോൺമെന്റൽ എഞ്ചിനീയറോട് ഏതൊക്കെ കമ്പനികളാണ് രാസമാലിന്യം ഒഴുക്കിയത് എന്നതടക്കമുള്ള വിശദാംശങ്ങൾ തേടിയിരുന്നു. ഇപ്പോൾ ഏത് തരത്തിലുള്ള നടപടി വേണമെന്നാണ് പരാതിയിൽ പറയുന്നത്? സന്ധി, ഈ വിഷയത്തിൽ ഏലൂർ നഗരസഭ പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ്. ഏതൊക്കെ കമ്പനികൾ രാസമാലിന്യം ഒഴുക്കി എന്നത് സംബന്ധിച്ച് വിശദമായി അന്വേഷിച്ച് നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ടാണ് പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. ഇതിൽ കമ്പനികൾ ഏതാണെന്ന് വ്യക്തമായി കണ്ടെത്തണമെന്നൊരാവശ്യമാണ് നഗരസഭ മുന്നോട്ട് വെക്കുന്നത്. അതോടൊപ്പം തന്നെ പൊല്യൂഷൻ കൺട്രോൾ ബ്യൂറോയിൽ നിന്ന് നേരത്തെ തന്നെ ഈ കമ്പനികളുടെ ലിസ്റ്റ് ഉടൻ ലഭ്യമാക്കണമെന്നൊരാവശ്യം നഗരസഭ മുന്നോട്ട് വെച്ചിരുന്നു. അങ്ങനെ ഒരു ലിസ്റ്റ് കിട്ടുകയാണെങ്കിൽ പിഴയടക്കം ഈടാക്കുന്നതിനുള്ള പ്രാരംഭ നടപടികൾ നഗരസഭയ്ക്ക് ആരംഭിക്കാൻ കഴിയും. അതിന്റെ ഭാഗമായാണ് അത്തരമൊരു ആവശ്യം നേരത്തെ തന്നെ PCBയോട് നഗരസഭ ആവശ്യപ്പെട്ടത്. ഈ സ്ഥലമടക്കം നഗരസഭാ ഉദ്യോഗസ്ഥരും പ്രതിനിധികളും സന്ദർശിച്ച ശേഷമായിരുന്നു ഇത്തരത്തിൽ പരാതി നൽകിയത്. അതോടൊപ്പം തന്നെ സബ് കളക്ടർ, ജില്ലാ കളക്ടർ നിയോഗിച്ച സബ് കളക്ടർ അടക്കമുള്ള കമ്മിറ്റി അവിടെ സന്ദർശിച്ചിരുന്നു. ആ കമ്മിറ്റിയുടെ ആദ്യ റിപ്പോർട്ട് നാളെ ജില്ലാ കളക്ടർക്ക് സമർപ്പിക്കും. ഏതൊക്കെ തരത്തിലുള്ള വയലേഷൻസ് നടന്നു തുടങ്ങിയ കാര്യങ്ങളുടെ ഒരു പ്രാഥമിക വിവരം ആ റിപ്പോർട്ടിൽ ഉണ്ടാക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം തന്നെ കുഫോസ് നടത്തിയ പരിശോധനാ ഫലം ഒരു റിപ്പോർട്ട് കൂടി നാളെ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിൽ രാസമാലിന്യം കലർന്നത് സംബന്ധിച്ചിട്ടുള്ള വിശദാംശങ്ങൾ, വെള്ളത്തിന്റെയും മത്സ്യങ്ങളുടെയും സാമ്പിളുകൾ ശേഖരിച്ച് നടത്തിയ പരിശോധനാ ഫലം കൂടി കിട്ടും. എന്തായാലും നഗരസഭ പോലീസ് നടപടിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയാണ്. ശരി റിയ, പെരിയാറിലെ അതീവ ഗൗരവമായ ഒരു വിഷയമാണ്. പെരിയാറിൽ രാസമാലിന്യം കലർത്തിയ കമ്പനികൾക്കെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് ഏലൂർ നഗരസഭ പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ്. റിയ ബേബിയാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.